10ാം ക്ലാസ്സിലെ ചലിക്കും ചിത്രങ്ങൾ എന്ന പാഠഭാഗത്തിലെ കൊച്ചു കഥ ആനിമേഷൻ സിനിമയായി വികസിക്കുന്നത് ഒരുപാട് സീനുകളിലൂടെയാണല്ലോ. സീനുകളിൽ പലയിടത്തും സൂര്യോദയവും സൂര്യാസ്തമയവുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 8ാമത്തെ സീനായ സൂര്യോദയം സിൻഫിക് സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ പ്രവർത്തിപ്പിക്കുമെന്ന് നോക്കാം. ആദ്യമായി സൂര്യോദയ സമയത്തെ ആകാശം ക്യാൻവാസിൽ ഒരുക്കുന്നതിനായി നാം ഗ്രേഡിയൻ്റ് ടൂളാണ് ഉപയോഗിക്കുന്നത്. അതിനായി കളർ പാലറ്റിൽ ആദ്യം വർണ്ണ സജ്ജീകരണങ്ങൾ നടത്തണം. ഫിൽ കളറിലും ഔട്ട്ലൈൻ കളറിലും മതിയായ മാറ്റങ്ങൾ വരുത്തി സൂര്യോദയ സമയത്തെ ആകാശത്തിൻ്റെ രീതിയിലേക്ക് കളർ പാലറ്റിനെ സെറ്റ് ചെയ്യുന്നു. ഗ്രേഡിയൻ്റ് ടൂൾ എടുത്ത് ക്യാൻവാസിന് മുകൾ ഭാഗത്തു നിന്നും താഴേക്ക് ഡ്രാഗ് ചെയ്താൽ ഫിൽ ഔട്ട്ലൈൻ കളറുകളുടെ സങ്കരമായ ഒരു കളർ ക്യാൻവാസിൽ പ്രത്യക്ഷപ്പെടും. ഇതാണ് സൂര്യോദയ സമയത്തെ ആകാശത്തെ കാണിക്കുന്നതിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി സർക്കിൾ ടൂൾ ഉപയോഗിച്ച് സൂര്യനെ സൃഷ്ടിക്കണം. ഉദയസമയത്തെ സൂര്യൻ്റെ വർണ്ണം ഫിൽ കളറിൽ സെറ്റ് ചെയ്തതിന് ശേഷം സർക്കിൾ ടൂൾ എടുത്ത് മതിയായ വലിപ്പത്തിൽ സൂര്യനെ സൃഷ്ടിക്കുന്നു. സൂര്യോദയ സമയത്ത് സൂര്യൻ്റെ വർണ്ണം ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സൂര്യനെ സൂര്യോദയ സമയത്ത് യഥാർത്ഥ സ്ഥാനത്തേക്ക് നാം നീക്കിവെക്കുന്നു. ഇപ്പോൾ 1ാമത്തെ ഫ്രെയിമിൽ, അതായത് സൂര്യോദയ സമയത്തെ ആകാശവും സൂര്യനും നാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആനിമേറ്റ് എഡിറ്റ് മോഡ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് അവസാന ഫ്രെയിമിൽ, അതായത് 120ാമത്തെ ഫ്രെയിമിൽ ഒരു കീം ഫ്രെയിം സൃഷ്ടിച്ച് മതിയായ വലുപ്പ വർണ്ണ സ്ഥാന മാറ്റങ്ങൾ നടത്തണം. സൂര്യൻ്റെ ലെയറിനെ ക്ലിക്ക് ചെയ്ത് സൂര്യനെ അതിൻ്റെ ഉയർന്ന് വന്ന് ഇരിക്കുന്ന പൊസിഷനിലേക്ക് മാറ്റി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വർണ്ണത്തിൽ തീഷ്ണത വരുന്നു. വർണ്ണം ഫിൽ കളറിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഫിൽ കളർ ഉപയോഗിച്ച് വർണ്ണമാറ്റം വരുത്തുക. ഇനി ഗ്രേഡിയൻ്റാണ് സെറ്റ് ചെയ്യുന്നത്. ഗ്രേഡിയൻ്റ് ലെയർ സെലക്ട് ചെയ്ത ശേഷം പാരാമീറ്റർ പാനലിലെ ഗ്രേഡിയൻ്റ് വാല്യൂ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന ഗ്രേഡിയൻ്റ് എഡിറ്റർ ജാലകത്തിൽ ഗ്രേഡിയൻറ്റിന് മുകൾ ഭാഗത്തെ വർണ്ണം സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷമുള്ള വർണ്ണമാക്കി സെറ്റ് ചെയ്യാം. മുകൾ ഭാഗത്ത് ആകാശത്തിൻ്റെ വർണ്ണം നമുക്ക് അനുയോജ്യമായ രീതിയിൽ സെറ്റ് ചെയ്തു. ഇനി താഴ്ഭാഗത്തെ വർണ്ണം സെറ്റ് ചെയ്യാൻ ഗ്രേഡിയൻ്റ് എഡിറ്ററിലെ താഴെ ഈ ചെറിയ ക്യാരറ്റിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഭൂമിക്ക് അനുയോജ്യമായ കളർ, അതായത് പകൽ സമയത്ത് ഭൂമിക്ക് അനുയോജ്യമായൊരു കളർ സെറ്റ് ചെയ്ത് ഗ്രേഡിയൻറ്റിൽ മതിയായ മാറ്റങ്ങൾ വരുത്തി ഭൂമിയും ആകാശവുമായി തോന്നത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തു. ഇനി തൃപ്തികരമായി തോന്നുകയാണെങ്കിൽ നമുക്ക് ആനിമേറ്റ് എഡിറ്റ് മോഡ് ഓഫ് ചെയ്ത ശേഷം പ്ലെയർ ബട്ടൺ വർക്ക് ചെയ്ത് നോക്കാം. പ്രിവ്യൂ കണ്ട് തൃപ്തികരമായി തോന്നുകയാണെങ്കിൽ റെൻഡർ ചെയ്ത് വീഡിയോ ഫയലാക്കി സൂക്ഷിക്കുകയും ചെയ്യാം.
നന്ദി.